കുട്ടിമാമ ഞെട്ടിമാമ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു ഓർഡർ എനിക്ക് കിട്ടിയ സമയത്ത്. അതിന് മാത്രം നെട്ടാൻ എന്താ ഉള്ളതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നല്ലേ. ഒരു ദിവസം രാത്രി എനിക്ക് കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ട് പറയാ എനിക്കൊരു ട്രോളിയിൽ എൻഗേജ്മെന്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് തരും. ഞാൻ പറഞ്ഞു അതിനെന്താ സെറ്റ് ചെയ്ത് തരാലോ. എന്നിട്ട് ആള് പറഞ്ഞു എന്റെ ഫിയാൻസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് തിങ്സ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം, അപ്പൊ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു അതൊക്കെ നിസ്സാരം, ഒക്കെ സെറ്റ് ചെയ്ത് തരാം. സംഭവം എവിടേക്കാണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രയോഗം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. കേരളത്തിന്റെ ഇങ്ങേയറ്റമായ കാസർഗോഡിൽ നിന്നും അങ്ങേയറ്റമായ തിരുവനന്തപുരത്തേക്കാണ് ഈ ഒരു ഹാമ്പർ എനിക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിനായിരുന്നു ഇത്രയും ആനക്കാരാക്കുന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരോ ഫാമിലിയിലുള്ള ആൾക്കാരോ കസിൻസിന്റെ നിക്കാഹിനോ എൻഗേജ്മെന്റിനോ എന്തിനാണെങ്കിലും എൻഗേജ്മെന്റ് ഹാമ്പർ പോയിട്ട് ഒരു മുട്ടുസൂചി ഹാമ്പർ പോലും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഫ്രീ ആയിട്ടാണെങ്കിൽ നമുക്ക് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, പൈസ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് വേറെ നല്ല ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ പോരെ എന്നായിരിക്കും അവരുടെ ഒരു നിലപാട്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്നാണല്ലോ പണ്ട് തൊട്ടേ പറയാറ്. എല്ലാ ഹാമ്പേഴ്സും കൊറിയർ വഴി അയച്ചിട്ടുണ്ടെങ്കിലും എൻഗേജ്മെന്റ് ഹാമ്പർ ആദ്യമായിട്ടാണ് ഞാൻ കൊറിയർ വഴി അയക്കാൻ പോകുന്നത്. അതിന്റെ എല്ലാവിധ ടെൻഷൻസും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കസ്റ്റമറിനെ മാക്സിമം കൺവിൻസ് ചെയ്ത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആള് ഈ ഒരു ഡിസിഷൻ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ആള് പറഞ്ഞു എനിക്ക് ഇയാളുടെ ഹാമ്പേഴ്സിൽ നല്ല വിശ്വാസമുണ്ട്, ഇയാൾ എന്നെ ചെയ്താൽ മതി എന്നും പറഞ്ഞ് ആൾ എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഫുൾ പേയ്മെന്റ് ചെയ്തു തന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഹാമ്പർ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ആള് പറഞ്ഞ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ആൾക്ക് പിക്ക് അയച്ചപ്പോ ആള് പറയാണ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എടുത്തോ, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, നല്ലതേ എടുക്കുള്ളൂ എന്ന്. വിശ്വാസം അതല്ലേ എല്ലാം എന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാമ്പർ പാക്ക് ചെയ്യുമ്പോഴും കൊറിയർ അയക്കുമ്പോഴും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി മറിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു കസ്റ്റമറിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹാമ്പർ ഡാമേജ് ഒന്നും കൂടാതെ സേഫ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. പാക്കിങ്ങും അതുപോലെ ഹാമ്പറും അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആള് പിക്കൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരയച്ച ഫീഡ്ബാക്ക് മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെങ്കിലും കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.